Welcome to our YouTube channel 3 Star Media. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ തുണി കൊണ്ട് പേഴ്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇതിന് നമുക്ക് ഗ്ലൂ ഗൺ വേണം. അപ്പം ഞങ്ങൾ പുതിയ ഗ്ലൂ ഗൺ മേടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചുമ്മാ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പേഴ്സാണ് കേട്ടോ. പഴയ തുണി വെച്ച് നമ്മൾ പേഴ്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ പോയിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ അമർത്തി എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ നിങ്ങൾ ഈ പേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഈ ഒരു സാൻഡ് തുണിയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് മടക്കും. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ നിന്ന് മടക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ. അപ്പം ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി താപ്പോട്ട് ഇച്ചിരി വീതിയും കൂടി എടുക്കാമെന്നുള്ളൂ. അപ്പം ഞാൻ ഇത്ര വീതിയിൽ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടെ സൈഡിൽ ഒട്ടിക്കും. അതേപോലെ ഞാൻ ഇവിടെ മുത്ത് വെച്ചിട്ട് ഇവിടെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനാട്ടോ അപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ പേഴ്സ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തരത്തിലാണ്. അപ്പം നമുക്ക് ഒട്ടിക്കാം. നമ്മൾ ഓണാക്കിയിട്ടുണ്ട് സ്വിച്ച്. അപ്പം ഇവിടെ ഓണായിട്ടുണ്ട് കേട്ടോ. ചൂടാട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടിലും ഗ്ലൂ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഗ്ലൂ ഗൺ എടുക്കുന്ന മുമ്പ് കൈ പൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കൊച്ചു കുട്ടികൾ ഒന്ന് ശ്രമിക്കട്ടോ. മുതിർന്നവർ ഒട്ടിക്കാനായിട്ടൊന്ന് സഹായിക്കുക. ഗ്ലൂ ഗൺ എടുക്കാൻ തന്നെ ശ്രമിക്കണം. ഗ്ലൂ ഗൺ ഇല്ലാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. ഫെവി ബോണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ രണ്ട് സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒട്ടുന്നുണ്ട്. നമുക്ക് ഒട്ടാത്ത സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇനി നമുക്കൊരു മുത്തൊട്ടിക്കാം. അത് നിങ്ങൾ വലിയൊരു മുത്ത് എടുക്കാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വലിയ മുത്ത് ഒട്ടിക്കാം കേട്ടോ. നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ വലിയ ഒരു മുത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു വൈറ്റ് കളറാണ് ഒട്ടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തെടുക്കുക. വലുതെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്കൊരു ബ്ലൂ ത്രെഡ് എടുക്കാം. പിന്നെ നമുക്ക് അതിനനുസരിച്ച് വെട്ടണം കേട്ടോ, ആ മുത്തിനനുസരിച്ച്. അതേപോലെ നമുക്ക് അതിൻ്റെ അളവ് ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവിന് ഒന്ന് എടുത്തിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ വള്ളി ഒന്ന് ഒട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അകത്തായിട്ടാണ് കേട്ടോ നമ്മൾ വള്ളി ഒന്ന് ഒട്ടിക്കുന്നത്. നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂ ഗൺ ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വള്ളി വന്ന് ശല്യം ഉണ്ടാക്കുന്നു. അപ്പം ഒട്ടിക്കാനായിട്ടൊക്കെ ഇപ്പം നല്ല പാടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വള്ളി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. വള്ളി അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വള്ളി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പേഴ്സ് റെഡിയായി കണ്ടോ. അകമൊക്കെ നല്ലപോലെ ആയിട്ട് നമ്മുടെ പേഴ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ. കണ്ടില്ല, നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസയൊക്കെ എടുത്തിടാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിടാം കേട്ടോ. നിങ്ങളൊന്നൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. നല്ല രസമാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ്. അതുപോലെ നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു തുണി വെച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കണം കേട്ടോ. നല്ല രസമാണ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ പേഴ്സ്
ഗൈസ് നമ്മൾ ഉണ്ടാക്കിയ പേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡെക്കറേഷനൊക്കെ കൊടുക്കുന്നില്ല, കാരണം ഇവിടെ മുത്തുകളൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് നമ്മൾ മുത്ത് വെച്ചുള്ള പേഴ്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സിബ് വെച്ചുള്ള പേഴ്സാണ് കേട്ടോ. അത് ഈ ഒരു തുണി വെച്ച് കൊണ്ട് തന്നെയാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിനി സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. എന്താണെന്നറിയാലല്ലേ, നമ്മുടെ ക്ലീനായിട്ട് കിട്ടാൻ, അതുപോലെ അതിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 എഡ്ജിലൊന്ന് മടക്കി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. മടക്കി ഒട്ടിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ഗ്ലൂ ഗണ്ണ്, അതുകൊണ്ട് പതുക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിക്കാം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെട്ടത്തിലൊന്ന് കാണിക്കാം. അപ്പം നമ്മൾ 2 സൈഡും ഇങ്ങനെ മടക്കി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിനൊരു കട്ടി കിട്ടാനും, അതേപോലെ നമ്മളിങ്ങനെ സിബിൽ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല നീട്ടായിട്ട് കിട്ടാനായിട്ടും വേണ്ടിയാണ് നമ്മളിങ്ങനെ മടക്കി ഒട്ടിച്ചത് കേട്ടോ. കണ്ടിങ്ങനെ നമുക്ക് സിബ് ഒട്ടിക്കാം. നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ചിട്ടിക്കാം. നമ്മൾ ഈ ഒരെണ്ണം. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ലെന്ത് ഒന്ന് എടുക്കട്ടെ, എത്ര വേണം എന്നൊക്കെ. ലെന്ത് നമ്മൾ എടുക്കാനായിട്ട് കറക്റ്റാണ്. ഇവിടെയായിട്ട് നമുക്കിനി മടക്കി ഒന്ന് വെക്കണം. അപ്പം നമ്മൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ നേരെ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിങ്ങനെ നേരെ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല സിബ് ഏതാണ്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ സിബ് വെക്കാൻ നേരത്തെ ഈ സിബിൻ്റെ അടി ഇങ്ങനെ ഒട്ടിക്കില്ല. അടി ഒട്ടിച്ച് നമുക്കിങ്ങനെ തുറക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അടി ഒട്ടിക്കല്ലേ. ഈ ഞാനൊന്ന് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മൾ ഇതിങ്ങനെ ഒന്ന് തിരിച്ചിടാം. നമുക്കിങ്ങനെ തിരിച്ചിടാം കേട്ടോ. നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടാറ് കേട്ടോ. ഇങ്ങനെ കിട്ടും. ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മറ്റേ സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കാം കേട്ടോ. മറ്റേ സൈഡ് ഒട്ടിക്കലേ, ഒന്ന് തിരിച്ച് ഇടുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈഡ് ഒട്ടിക്കാം. നമ്മൾ മറ്റേ സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത സൈഡ് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ഉണ്ടാക്കിയ പേഴ്സ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂവ് വെച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യട്ടോ. ഞാനിത് നിങ്ങൾ തുറന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ, തുറക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗ്ലൂ ഗൺ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാനുള്ളൂ കേട്ടോ. ഫെവി ബോണ്ട് ഇല്ലാത്തവർ കടയിൽ പോയി ഫെവി ബോണ്ട് മേടിച്ചത് യൂസ് ചെയ്യാനേ ഉള്ളൂ. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. നിങ്ങൾ പഴയ തുണിയൊക്കെ വീട്ടിൽ കാണല്ലോ, അത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾ സിബ് വെളിയിൽ നിന്ന് മേടിക്കേണ്ട. ആ പഴയ പൗച്ചിൻ്റെ സിബൊക്കെ കാണല്ലോ, അതൊക്കെ വെട്ടിയെടുത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പറയണം ഇതാണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യണമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.